നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്നത് കാറ്റ് 6 കേബിളുകളെ കുറിച്ചായിരിക്കും. എന്നാൽ കാറ്റ് 7, കാറ്റ് 8 കേബിളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലാൻഡ് കേബിളുകൾ. അപ്പോൾ ഈ കാറ്റ് 6ഉം കാറ്റ് 8ഒക്കെ നമുക്ക് ഓൾറെഡി ഓൺലൈനിലൊക്കെ നമുക്ക് ലഭ്യമാണ്. ഈ ഒരു കേബിളിൻ്റെയൊക്കെ പാച്ച് കോഡുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിൽ ആ ഒരു ഡിഫറൻസ് വരുന്നത് പറഞ്ഞാൽ കാറ്റ് 6നേക്കാളും വളരെയധികം ഡേറ്റ ട്രാൻസ്ഫർ കൂടുതൽ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു കാറ്റ് 7ലും കാറ്റ് 8ലും കിട്ടും. എന്നിരുന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ കാറ്റ് 6 തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് എക്സ്പെൻസീവാണ്. കാറ്റ് 6നേക്കാൾ വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ അതിനേക്കാളും പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ശരിയാണ്, ഇതിന് ഏറ്റവും കൂടുതൽ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. കാറ്റ് 7ലാണെങ്കിൽ 10 Gbps വരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കാറ്റ് 8ൽ നമുക്ക് 25 to 40 Gbps വരെയൊക്കെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും ബാൻഡ്വിഡ്ത്ത് കൂടുതൽ അവർ ഇത്രയും കാറ്റ് 7, കാറ്റ് 8 കേബിൾസിലൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ഡിസ്റ്റൻസ് വളരെ കുറവാണ്. കാറ്റ് 7 ഹാർഡ്ലി 100 മീറ്റർ വരെ ഡിസ്റ്റൻസ് പറയുന്നുള്ളൂ. ഇപ്പോൾ കാറ്റ് 6 ഒക്കെ അതിൽ കൂടുതൽ നമുക്ക് ചില അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. 100 മീറ്റർ തന്നെ ഇല്ല കാറ്റ് 7. അതിൽ കുറച്ച് ഡിസ്റ്റൻസിൽ വരുമ്പോഴേക്കും ആ ഒരു 10 Gbps അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ കാറ്റ് 8ലോട്ടൊക്കെ വരുമ്പോൾ ജസ്റ്റ് 30 മീറ്റേഴ്സാണ് ഈ ഒരു സ്പീഡ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കാറ്റ് 6 ആണ് നമുക്ക് ഏറ്റവും വില കുറഞ്ഞ ആ ഒരു വില കുറവിനും അതുപോലെ തന്നെ ആ കൂടുതൽ സ്പീഡും. അതായത് കാറ്റ് 6ലും നമുക്കറിയാം 1 Gbps വരെ സ്പീഡ് നമുക്ക് ആ ഒരു കാറ്റ് 6ൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. 1 Gbps നമുക്ക് കാറ്റ് 6ൽ ഷോർട്ട് ഡിസ്റ്റൻസിൽ കിട്ടും. അപ്പോൾ കാറ്റ് 6 അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ് കുറഞ്ഞതും എക്കോണമിക്കലുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാറ്റ് 6 നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാറ്റ് 6ഉം കാറ്റ് 7ഉം കാറ്റ് 8ഉം നമുക്ക് ഉപയോഗിക്കാം. അതെവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു കാറ്റ് 6ൻ്റെ ഒരു പാച്ച് കോഡാണത്. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു RJ45 കണക്ടറാണ്. അത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളൊരു കണക്ടറാണിത്. പിന്നെ ഇതിൻ്റെ വയർ വരുന്നത് ഇതൊരു ഷീൽഡ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള വയറാണ്. ഷീൽഡ് STP കേബിളാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ഓരോ വയറും, ദാറ്റ് മീൻസ് ഈ 2 വയർ വരുമ്പോഴാണ് നമ്മളൊരു പെയർ പറയണമല്ലോ, ആ ഓരോ പെയറും ഇതിനകത്ത് ഷീൽഡഡാണ്. ഇത് STP ആയതുകൊണ്ടാണ്. STP വയർ നമുക്ക് കാറ്റ് 6ലും കിട്ടും. എന്നാലും കാറ്റ് 7ലൊക്കെ വരുമ്പോൾ എല്ലാം STP ആണ്. STPയിൽ തന്നെ ഈ പറഞ്ഞ നമുക്ക് ഈ ഒരു ഓരോ പെയറും ഇതുപോലെ ഷീൽഡായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെയാണ് അത്രയും സ്പീഡ് സാധ്യമാക്കാനായിട്ട് ഇത്തരം വയറുകൾക്ക് സാധിക്കുന്നത്. അതായത് ഇൻ്റർഫറൻസ് തീരെ കുറവായിരിക്കും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഷീൽഡായിട്ടും അത്രയും നല്ല ടൈറ്റഡായിട്ട് ഷീൽഡായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അത്രയും ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇതിന് കാറ്റ് 6, കാറ്റ് 8നൊക്കെ ആ ഒരു 40 Gbps വരെയും കാറ്റ് 7 10 Gbps വരെയൊക്കെ സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഈ ഒരു ഇത്രയും അലൂമിനിയം ഫോയിൽഡ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പെയർ കേബിൾ ഫോയിൽഡ് ചെയ്ത് മടക്കി ആ ഒരു ടൈറ്റായിട്ട് ഇൻ്റർഫറൻസസ് കുറച്ച് ഈ ഒരു കേബിൾ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത്രയും വേഗത്തിൽ ആ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസ്റ്റൻസ് കുറവാണ്. ഇത്തരം കേബിളുകൾക്ക് കാറ്റ് 7 കേബിളുകൾക്കൊക്കെ ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു ഡേറ്റനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതാണ് മെയിൻ വരുന്ന ഒരു പ്രശ്നം. പക്ഷേ അത് എവിടെയാണ് ഈ കാറ്റ് 7ഉം കാറ്റ് 6ഉം കാറ്റ് 8 കേബിളും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സർവറുകൾ, അതായത് നോർമലി ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഈ ISPക്കാർക്കൊക്കെ അറിയാം, അവിടെ ഈ OLT വരുന്ന സർവറിൻ്റെ വരുന്ന ആ ഒരു പ്രോസസ്സിലൊക്കെ ആ ഒരു ONT to ONT കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ONT to സ്വിച്ച് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്വിച്ച് ടു സ്വിച്ച് കണക്ട് ചെയ്യാനൊക്കെ ഈ ഒരു ചെറിയൊരു പർപ്പസിന്, അതായത് ആ ഒരു സർവർ റൂമിൽ ഒരു ചെറിയൊരു പർപ്പസിന് ഒരു പാച്ച് കോഡ് പോലെ ഉപയോഗിക്കാനായിട്ടൊക്കെ ഈ ഒരു കാറ്റ് 7, കാറ്റ് 6ൽ പെർഫെക്റ്റ് ആണ്. കാരണം അത്രയും കൂടുതൽ ഡേറ്റ അവിടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു സർവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഹെവി ഫയൽസ്, ഇപ്പോൾ സിനിമാക്കാരൊക്കെ പറയുകയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു വലിയ ഒരുപാട് GB ഫയൽസൊക്കെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. സിസ്റ്റം ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സിസ്റ്റം ടു സർവർ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഷോർട്ട് ഡിസ്റ്റൻസിൽ, അതായത് 10 to 15 മീറ്റേഴ്സ്, അണ്ടർ 10 മീറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്ന പാച്ച് കോഡുകൾ അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്തരം പാച്ച് കോഡുകളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാറ്റ് 7, കാറ്റ് 8 കേബിൾസ് സിമ്പിളായിട്ട് തന്നെ ഉപയോഗിക്കാം. വളരെ എഫക്റ്റീവായിരിക്കും. ഒരുപാട് നല്ല ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ടാവും. നമുക്ക് ഈ 1 Gbps മേളിലുള്ള സ്വിച്ചുകളൊക്കെ നമുക്കറിയാം. അതായത് ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കാനുള്ള സർവറിലോട്ടുള്ള സ്വിച്ചുകളും അതുപോലത്തുള്ള പോർട്ടുകളൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു പോർട്ടിലോട്ടൊക്കെ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു ഫയൽ നേരെ ആ ഒരു സർവറിൽ ലോഡ് ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു സിനിമ ഫയലാണെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫയലുകളൊക്കെ ലോഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സർവറിലോട്ട് സെൻഡ് ചെയ്യാൻ നേരത്ത് അവിടെ നമുക്ക് ആ ഒരു പാച്ച് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഹെവി ട്രാൻസ്ഫർ പെട്ടെന്ന് അവർക്ക് ആ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാറ്റ് 6നേക്കാൾ അപേക്ഷിച്ച് കാറ്റ് 7, കാറ്റ് 8 കേബിളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത്രയും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആ ഒരു ഡേറ്റ അത്രയും സ്പീഡിൽ ആ സർവറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ചും ആ ഒരു കമ്പ്യൂട്ടറിലോട്ട് സെൻഡ് ചെയ്യാനൊക്കെ അങ്ങനെ സാധിക്കും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ കാറ്റ് 7, കാറ്റ് 8 കേബിൾസ് ഉപകാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ISPയുടെയൊക്കെ എൻഡിൽ പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു സ്വിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ OLT ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വരുമ്പോൾ ഒരുപാട് സ്വിച്ചുകളും മറ്റും ഉണ്ടാവും. അപ്പോൾ അവിടെയും ഈ ഒരു കാറ്റ് 6 കേബിളുകൾ, ഈ സർവറിൽ വരുന്ന പ്രോസസ്സിനൊക്കെ ഈ ഒരു കാറ്റ് 6 ഈ ഒരു കാറ്റ് 7, കാറ്റ് 8 കേബിളുകൾ വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു കാറ്റ് 7, കാറ്റ് 8 കേബിളുകളൊക്കെ ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് നോർമൽ പർപ്പസിന് ഇപ്പോഴും നമുക്ക് നമ്മുടെ
കാറ്റ് സിക്സ് കേബിൾസ് തന്നെയാണ് ഏറ്റവും നല്ലത്. കാറ്റ് 6 കേബിൾസ് തന്നെയാണ്.